Ladies and gentlemen, welcome back to my YouTube channel. ഒരുപാട് പേര് ഈ ഒരു ഡയലോഗ് പറഞ്ഞ് ആൾക്കാരെ കളിയാക്കാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനത് പറഞ്ഞ് എന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഒരുപാട് നാളായി ഞാൻ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്, ബിക്കോസ് സിനിമകളില്ല. പിന്നെ കുറേ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്ന് എനിക്കറിയാം. അത് ചെയ്യാത്തത് ഇപ്പം കോപ്പി റൈറ്റ് ഭയാനകമായി അടിക്കുന്നുണ്ട്. സ്പെഷ്യലി ഈ മ്യൂസിക് ഡയറക്ടേഴ്സാണ് തരുന്നത്. അത് തരുമ്പോൾ തന്നെ ഒന്ന് റവന്യൂ പോട്ട് വീഡിയോ തന്നെ ടേക്ക് ഡൗൺ ചെയ്യുക. അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ പറയുന്ന ട്രെയിലർ റിയാക്ഷൻ ചെയ്തത്. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് മലയാള സിനിമയുടെ ട്രെയിലർ റിയാക്ഷനാണ്. അത് നമുക്കെന്തോ ഒരു ബേസിക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തരുന്നതുകൊണ്ട് അവർ ഈ ഒരു പരിപാടി ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ തമിഴ്, ഹിന്ദി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇപ്പം ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പിന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്പൈഡർമാൻ എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ സോറി, എന്താണെങ്കിലും നിങ്ങൾ വന്നത് ആട് 3 എന്താണ് എന്നറിയാനാണെങ്കിൽ എനിക്ക് ഭയാനകമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ ഫൺ ഫ്രീക്കിൻ റൈഡ്. നിങ്ങൾ ആട് 1ഉം 2ഉം ഷാജി പാപ്പനും പിള്ളേരെയും സർവത്ത് ഷമീറും ഡ്യൂഡിനെയൊക്കെ ഒരു കട്ട ഫാനാണെങ്കിൽ യു കൺ എൻജോയ് ദിസ് മൂവി ത്രൂ ഔട്ട്. ഞാൻ പറയും, ഇതൊരു ഭയങ്കര ജനറൽ ഓഡിയൻസിന് കേറ്റർ ചെയ്യുന്നൊരു പടമാണ്. ദിസ് ഇസ് നോട്ട് ഫോർ എ മൂവി എൻതൂസിയസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിനിമയെ അളവ് വലിച്ചു കീറി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു സാധനമേ അല്ല ഈ പടം. നിങ്ങൾ ആട് 1ഉം 2ലും കണ്ട അതേപോലത്തെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കെയോസും ഓട്ടവും ചാട്ടവും വെടിവെപ്പും ഒക്കെ തന്നെയാണ് ഈ പടവും. ഇതിലും അവരൊരു പുതിയ സാധനവുമായി വരുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയുക. ഞാൻ ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു പരിപാടി അവർ റൈറ്റിങ്ങിൽ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ഡയറക്ടർ ആൻഡ് റൈറ്റർ. വിജയ് ബാബുവാണ് പ്രൊഡ്യൂസർ. അതേപോലെ നമുക്ക് മ്യൂസിക് ഷാൻ റഹ്മാനാണ്. ഷാൻ റഹ്മാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. ആ പഴയ സാധനം, ആ പഴയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ യവന്മാർക്ക് കൊടുത്തേക്കണ കുറേ ഇൻട്രോ ഉണ്ടടേ. സ്പെഷ്യലി അത് നിങ്ങൾ എൻജോയ് ചെയ്യാം കേട്ടോ. ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ഇൻട്രോ ഉണ്ട് ഈ പടത്തിൽ. കീടും. ആസ് ഓൾവേസ് ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അതേപോലെ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ് ആൻഡ് വിഷ്ണു നാരായണൻ, എഡിറ്റർ ലിജോ പോളാണ്, കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയറാണ്, കൃഷ്ണൻ മോഹനാണ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, വിഷ്വൽ ഇഫക്ട്സ് ബൈ ആനന്ദ് കൃഷ്ണ ആൻഡ് ടീം, രാഹുൽ കൃഷ്ണ, ശ്രീകുട്ടൻ ബി, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് വി എഫ് എക്സ് പരിപാടികൾ ഈ സിനിമയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തുള്ള ആർട്ട് ആയിക്കോട്ടെ, മേക്കിംഗ് ആയിക്കോട്ടെ, അതൊക്കെ ഗംഭീരമായിട്ട്. പിന്നെ ഈ സിനിമയിൽ ഒരു ഭയങ്കര വലിയൊരു നെഗറ്റീവ് വരാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ആട് ഫാൻസിന്, ആ ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്നവർ പറയാൻ പോകുന്ന ഒരു സംഭവം, ഈ പഴയ കാലത്തോട്ട് അവർ പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു എന്താ പറയുക, നമ്മൾ വന്നിരിക്കുന്ന ഷാജി പാപ്പനും ടീമിനെയും കാണാനാണ്. ആ പഴയതിലോട്ട് പോകുമ്പം ചെറുതായിട്ട് സിനിമ ഒന്ന് ഇരിക്കുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്. ബട്ട് ആ ഒരു സാധനം വേണം, എന്നാൽ മാത്രമേ ആ ക്ലൈമാക്സ് അത്ര ഗംഭീരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സാധനം നൈസായിട്ട് തന്നെ ഉണ്ടായിട്ടാണ് എനിക്ക് സിനിമ ആസ് എ ഹോൾ പടം നൈസായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇസ് മോർ ലൈക്ക് ഈ സ്റ്റോറി ബിൽഡിംഗ് ആണ്. എന്താണ് ഈ സാധനം, അല്ലെങ്കിൽ അതിലോട്ട് എങ്ങനെ എത്തിപ്പെടുന്നു, ആരൊക്കെയാണ് എൻ്റെ പുറകെ ഓടുന്നത്, നടക്കുന്നത് എന്നൊക്കെ പറയുന്നത്. പിന്നെ സണ്ണി വെയിൻ ഒരുപാട് നല്ല ഒരു സ്ക്രീൻ ടൈം ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേലൊക്കെ വളരെ കുറച്ചായിരിക്കും എപ്പോഴും സണ്ണി വെയിൻ. അതേപോലെ ജയസൂര്യ, ആഫ്റ്റർ എ ലോങ് ടൈം ജയസൂര്യയെ കാണുകയാണ് ഓൺ സ്ക്രീൻ. മാൻ, ദ ടൈമിങ് ഓഫ് ദാറ്റ് ഗൈ വെൻ ഇറ്റ് കംസ് ടു കോമഡി ഇസ് ഇൻക്രെഡിബിൾ. അതേപോലെ വിജയ് ബാബു, സണ്ണി വെയിൻ, വിനായകൻ ആസ് ഡ്യൂഡ് ഇസ് ഓസം. ഡ്യൂഡിൻ്റെയൊക്കെ ഇൻട്രോ ഉണ്ട്, കിടിലമാണ്. അതേപോലെ ഡ്യൂഡിൻ്റെ ഒരു സാധനം ഉണ്ട് പുള്ളി, വിനായകൻ ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്, നിങ്ങൾ കാണുക. പിന്നെ ധർമ്മജൻ ആയിക്കോട്ടെ, ഭഗത്ത് എന്ന് പറയേണ്ട നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ, ഫുക്രു ഉണ്ട് പടത്തിൽ. അതേപോലെ സിദി കോപ്പ, ഞാൻ എല്ലാവരും കഴിഞ്ഞ ആ 2 പടത്തിലുള്ള മിക്ക ആൾക്കാർ ഈ സിനിമയിലുണ്ട്. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്. അതെന്തായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ഇതാണ്. അതായത് അവരെങ്ങനെ കൊണ്ട് ഇതിനെ എൻഡ് ചെയ്യിപ്പിക്കും എന്നൊക്കെ ഉള്ളത് കേൾക്കാൻ ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. ദിസ് ഇസ് മോർ ലൈക്ക് എന്താ പറയുക, ഒരു പക്ക അവരതിനെ ആ കോമിക് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അവരൊരു ലോകം ഉണ്ടാക്കി. എന്ത് രസം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ലോകത്തിലോട്ട് പോവുകയാണ്. ഇവരാരും റിലേറ്റബിളേ അല്ല, മനസ്സിലായി. പക്ഷേ കംപ്ലീറ്റ്ലി ഫാൻറ്റസി, കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു പക്ക ഫാൻറ്റസി പടം. ഭയങ്കര മൊത്തം സ്ലാപ്സ്റ്റിക് കോമഡികളും കൗണ്ടർ അടികളും ഒക്കെയാണ് ഈ സിനിമ. ഇതിലൊന്നും നമുക്ക് അങ്ങനെ സിറ്റുവേഷണൽ കോമഡി അങ്ങനെയൊന്നുമല്ല. ഇത് ഭയങ്കര
ആ ഒരു 90s കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള കോമഡി സിനിമകൾ കാണുന്ന ആ ഫീല് തരുന്ന ഒരു പടം. അതാണ് ഞാൻ പറയുന്നത്, ദിസ് ഈസ് മെയിൻലി കേറ്റർ ടുവേർഡ്സ് ദ ജനറൽ ഓഡിയൻസ് ഹൂസ് എ ഫാൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫ്രാഞ്ചൈസ്. ഞാൻ ഇന്ന് സിനിമ ദുബായിൽ കാണാൻ പോയപ്പം ഹൗസ്ഫുള്ള്. ജസ്റ്റ് ഇമാജിൻ. യാതൊരു രീതിയിൽ അവർ ഈ പറയുന്ന മാർക്കറ്റിംഗ് ടീമൊന്നും ഭയങ്കരമായിട്ടൊന്നും ഈ പടത്തിന് ഹൈപ്പ് ചെയ്തില്ല. ബട്ട് സിനിമ അങ്ങനെ ഞാൻ ദുബായിൽ വളരെ റെയറായിട്ട് സിനിമകൾ കണ്ടിട്ടുള്ളൂ. ഞാൻ പറയേ ഫാമിലി ഓഡിയൻസ് ആണ് ഈ പടം അവർ ഏറ്റെടുത്തോളും. ഞാൻ കാര്യം ഇത് ചിലപ്പോൾ എല്ലാവരും പറയും ദിസ് ഈസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ. ഐ നോ എനിക്ക് ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യു ഗൈസ്. നിങ്ങൾക്ക് മറ്റേ കുറച്ചും കൂടെയൊക്കെ ലോജിക്കും കാര്യങ്ങളും സ്ലാപ്സ്റ്റിക് ഒന്നും പറ്റൂലായിരിക്കും. ദിസ് ഈസ് ഫോർ ദാറ്റ് OG ആഡ് ഫാൻസ് ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. ഐ റിയലി എൻജോയ് ദിസ് മൂവി. ഞാൻ പറയില്ല ഇത് മറ്റേ OTT വരുമ്പോൾ കുറേ മറ്റേ ഇതായിരുന്നോടെ ഭയങ്കര പടം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കണവന്മാരെ കൊണ്ട് ഡസൻറ്റ് മാറ്റർ. ദേ ഡോണ്ട് കെയർ. ദ മേക്കേഴ്സ് ഡസൻറ്റ് കെയർ ബിക്കോസ് അവർ സിനിമ ഇറക്കുന്നത് ട്രൂ ഫാൻസിന് വേണ്ടിയിട്ടാണ്. അവരത് എൻജോയ് ചെയ്തോളും. അപ്പോൾ എന്താണെങ്കിലും ആട് വാസ് സോ നൈസ്. ദിസ് ഈസ് പാർട്ട് 1. അടുത്തത് പാർട്ട് 2 യുദ്ധം എന്നൊക്കെയാണ് പറയണത്. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്നാണ് റിലീസൊന്നും എനിക്ക് എഴുതി കാണിച്ചില്ല. ബട്ട് സൂപ്പർ വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് റൈഡ് ആൻഡ് ലവ് ദ മൂവി, ലവ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ നൈസ്. ഫൺ റൈഡ്, ഫൺ. ഞാൻ പറയില്ല ജസ്റ്റ് ബ്രെയിനൊക്കെ കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് പോയി കാണുക. ലോജിക്കും തേങ്ങയൊക്കെ നോക്കുകയാണെങ്കിൽ നോ. ആൻഡ് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. എന്തിനു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ആസ്വാദനം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത് സ്ട്രിക്ട്ലി എൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ദാറ്റ്സ് ഐ റെസ്പെക്ട് ദാറ്റ്. സോ പ്ലീസ് ട്രൈ ടു റെസ്പെക്ട് മീ ആസ് വെൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഗൈസ്, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.